നമുക്ക് കൂടുതലും കസ്റ്റമർ കോട്ടയത്ത് നിന്ന് ഇരിക്കുമ്പോൾ കസ്റ്റമർ കുറവാണ്. കൂടുതലും വരുന്ന ആലപ്പുഴ, ചേർത്തല, തൃശ്ശൂർ, പാലക്കാട്, ട്രിവാൻഡ്രം അങ്ങനെയൊക്കെ അവിടെ നിന്നൊക്കെ ഞാൻ കേട്ടത്. ഇടുക്കിയിലൊന്നും വർക്ക്ഷോപ്പേ ഇല്ല ഇത് പണിയുന്നത്. നോർമലി ഉള്ള വർക്കുകളൊക്കെ നമ്മൾ ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. ഇപ്പോൾ ചെയിൻ സോക്കറ്റ്, ഫുൾ സർവീസ് അങ്ങനത്തെ ഒക്കെ തീർക്കും. പിന്നെ നോർമലി ആക്സിഡൻറ്റ് വർക്ക് നമ്മൾ ക്ലെയിം ചെയ്യുന്നുണ്ട്. കാര്യം നോർമലി ഇപ്പോൾ ഇൻഷുറൻസ് ക്ലെയിമിങ് നമ്മുടെ വർക്ക്ഷോപ്പിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതുപോലെ ചേസ് റീപ്ലേസ്മെൻറ്റ്, RTOൻ്റെ അപ്രൂവൽ നമുക്ക് കിട്ടി. നമ്മൾ മെയിനായിട്ട് സ്പോർട്സ് ബൈക്കാണ്. സ്പോർട്സ് ബൈക്ക്, പിള്ളേർ സെറ്റിൻ്റെ സ്പോർട്സ് ബൈക്ക് കാറ്റഗറി 3 ബ്രാൻഡാണ് മെയിൻലി പണിയുന്നത്. പിന്നെ ഹീറോയുടെ എക്സ്പൾസ് മാത്രം ചെയ്യും. എക്സ്പൾസ് നമുക്ക് സ്പോർട്സ് ബൈക്ക് കാറ്റഗറി വരുന്നൊരു വണ്ടിയാണ്. ഒരു കസ്റ്റമർ ഒരു വണ്ടി ഇവിടുന്ന് പണിയുക, നമ്മൾ ഉപയോഗിക്കുന്ന സ്പെയർ എല്ലാം ജെന്യൂൻ സ്പെയർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ എഞ്ചിൻ പണിതാൽ നമ്മൾ കൊടുക്കുന്ന 800 കിലോമീറ്റർ വാറണ്ടിയാണ്. ഷോറൂമിൽ പോലും അവർ കൊടുക്കില്ല. നമ്മൾ 1000 കിലോമീറ്റർ കംപ്ലീറ്റ് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി. അത് കഴിഞ്ഞാൽ ലേബർ ഇല്ലാതെ നമ്മൾ ചെയ്ത് കൊടുക്കും. അതുപോലെ നമ്മൾ ഇപ്പോൾ ഒരു 4 കോയിൽസിൽ ഒരു വണ്ടിക്ക് മാറി പോയ വഴിക്ക് എന്തെങ്കിലും മാറിയ സാധനത്തിന് ഡാമേജ് കൊണ്ട് പൊട്ടിപ്പോയി, നമ്മൾ തിരിച്ച് വിളിച്ച് കസ്റ്റമർക്ക് പെട്രോൾ കാശും കൊടുത്ത് രണ്ടാമത് മാറി കൊടുത്തിരിക്കും. കാര്യം കമ്പനി നമുക്ക് റീപ്ലേസ് കിട്ടും. നമുക്ക് ആ വാറണ്ടി കസ്റ്റമർക്ക് കൊടുക്കുന്നത് നമുക്ക് നഷ്ടമില്ല. കാര്യം നമ്മളെല്ലാം ഡയറക്റ്റ് സ്പെയർ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അവർ വാറണ്ടി വരും, നമുക്ക് കസ്റ്റമർക്ക് ആ വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കിനും നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി പകുതി ലേബറാണ് നമ്മൾ മേടിക്കുന്നത്. നോർമലി ഇപ്പം ലേറ്റസ്റ്റ് ഒരു ബില്ല് നമ്മൾ KTMൻ്റെ വന്നത് ഏകദേശം ഒരു 11 രൂപ അടുത്ത് ഹാഫ് എഞ്ചിൻ വർക്കിന് ലേബറായിട്ടുണ്ട്. നമ്മൾ ഫുൾ എഞ്ചിൻ വർക്കിന് 6 രൂപ 600 രൂപ മേടിക്കുന്നത്.